മലപ്പുറം പറവണ്ണ പുത്തങ്ങാടിയിൽ വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. വീടും മദ്രസയും കത്തിനശിച്ചു. താനൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സോണൽ കൃഷ്ണയാണ് ചേരുന്നത്. സോണൽ, തീ അണക്കാനായ വിശദാംശങ്ങൾ എന്താണ്? ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോട് അടുക്കുമ്പോഴാണ് പറവണ്ണയിൽ ഈ കാണുന്ന വീടിനും അതിന് തൊട്ടടുത്തുള്ള ഈ മദ്രസയ്ക്കും തീ പിടിക്കുന്നത്. വീട് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മദ്രസയും പൂർണ്ണമായി കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിവരമറിഞ്ഞ ഉടനെ തന്നെ തിരൂർ, താനൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ 3ഓളം വരുന്ന യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. പരിസര പ്രദേശത്തുള്ളവർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് സംഭവിച്ചത്? ആദ്യം ഈ വീടിന് കളരിക്കൽ പാത്തുമോള് വീട് ആണിത്, ഈ വല വീട്. അതിന് തീ പിടിച്ച് പിന്നെ അതിന് ശേഷം മദ്രസ മൊത്തം കത്തി തണിഞ്ഞ് കുറേ ഫയലുകളും എല്ലാം നശിച്ചിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരു 3-4 ലക്ഷം റുപ്യേൻ്റെ നഷ്ടമാണ് മദ്രസയ്ക്ക് വന്നിട്ടുള്ളത്. അതേപോലെ ലക്ഷക്കണക്കിന് റുപ്യ ഈ പാത്തുമോളെ വീടിനും നഷ്ടം വന്നിട്ടുണ്ട്. ചെറിയ പിഞ്ച് പൈത മക്കൾ പഠിക്കുന്ന മദ്രസയാണ്. അത് മത്സ്യത്തൊഴിലാളി കുട്ടികളാണ്, മൊത്തം ഫുൾ മത്സ്യത്തൊഴിലാളി കുട്ടികളാണ് ഈ വാർഡിലുള്ളത്. ഞാൻ വാർഡ് മെമ്പറാണ്. എന്താണ് കാരണം എന്നുള്ളതിൽ കാരണം എന്താണെന്ന് അറിയാൻ പറ്റില്ല, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അത് ആരും കണ്ടുവരില്ല. എന്ത് സംഭവിച്ച തീ പിടിച്ച് ആർക്കും പരിക്കില്ലല്ലേ? അതാണ് ആശ്വാസം. ഇല്ല, എല്ലാവർക്കും പരിക്കൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. വേറെ വീട്ടിലാണ്. ഒന്നുമില്ലല്ലേ? ആരൊക്കെ ഉണ്ട് ഉമ്മക്ക് ഇവിടെ? വീട്ടിലാരൊക്കെ ഉണ്ട്? ആരില്ല, ഒറ്റക്കൊള്ളും. എന്താന്നുള്ളതാണ് ഒരു ചോദ്യം അല്ലേ? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പൂർണ്ണമായിട്ട് ഈ മദ്രസയും വീടും കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മദ്രസയിലോ വീട്ടിലോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ഒരു വലിയ അപകടത്തിലേക്കൊക്കെ പോവാതെ ഒരു ആശ്വാസം എന്നവണ്ണം ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ 2 ഇടത്തും സംഭവിച്ചിട്ടുണ്ട്. മദ്രസയിലാകട്ടെ പൂർണ്ണമായി കുട്ടികളുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാത്തുമോൾ എന്ന് പറയുന്നവരുടെ വീട് അത് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഒന്നുപോലും ഇല്ല, അവിടെ അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ. ഒന്നുപോലും പാത്രങ്ങൾ ഉൾപ്പെടെ മുഴുവനും കത്തി നശിക്കുന്ന ആ സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇടപെടൽ, അതായത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഇടപെടൽ കൃത്യമായി പറയേണ്ടത് തന്നെയാണ്. അവരുടെ ഇടപെടൽ മൂലമാണ് ഒരുപക്ഷെ വലിയ തോതിലേക്ക് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ തീ പടരാതെ തീ അണയ്ക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായി തന്നെ കാണാൻ വേണ്ടി കഴിയും. എന്തായാലും നിലവിൽ ഈ 2, അതായത് ഈ വീടും മദ്രസയും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് ഒർലായിക്കൊപ്പം വി സോണൽ കൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.